ഇന്ന് നമ്മുടെ കുഞ്ഞമ്പടിയുടെ 5th ബർത്ത്ഡേ ആഘോഷിക്കാൻ പോവാണേ. അപ്പൊ അതിനു മുൻപുള്ള കുറച്ച് വിശേഷങ്ങളാണ്. പാർട്ട് 1 ബ്ലോഗ് നമ്മൾ ഇതിനു മുൻപ് ഇട്ടിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. എന്നാ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അങ്ങനെ ഉച്ചയാകുന്നപ്പോഴത്തേക്ക് അമ്പടീനെ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്തിട്ടുണ്ട്. നേരെ വീട്ടിൽ വന്നപാട് ഒരു കപ്പ് കേക്ക് കട്ട് ചെയ്ത് ഷെയർ ചെയ്ത് നമ്മൾ 3 പേരും കഴിക്കാനുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, അമ്പടിക്ക് വൈകുന്നേരം വരെ മെയിൻ ആയിട്ടുള്ള കേക്ക് കട്ടിങ് വരെ ക്ഷമയില്ലാത്തത് കൊണ്ടാണ് ആ ഒരു കേക്ക് കട്ടിങ്. അത് കഴിഞ്ഞതിന് ശേഷം അവനുള്ള ഗിഫ്റ്റ്സ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനു മുമ്പ് നമുക്ക് തൊട്ട് തലേ ദിവസം ഗിഫ്റ്റ് മേടിക്കാൻ പോയതാണ് ഈ ഒരു വീഡിയോ. അതായത് ഞാൻ സ്റ്റുഡിയോയിൽ കുറച്ച് ഫോട്ടോസ്, അമ്പാടിക്ക് ക്യൂട്ട് ആയിട്ടുള്ള കുറച്ച് ഫോട്ടോസ് ഒക്കെ ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫൈനലി അമ്പാടിനെ സ്കൂളിൽ പിക്ക് ചെയ്ത് വരുന്നപ്പോഴത്തേക്കും അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് സമയം കാത്തിരുന്നപ്പോൾ അത് കിട്ടി. അങ്ങനെ അതും മേടിച്ച് നേരെ അമ്പാടിന്റെ സ്കൂളിൽ ടീച്ചേഴ്സിനും അതേപോലെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം ക്രയോൺസും അതേപോലെ കുറച്ചധികം ക്യൂട്ട് ആയിട്ടുള്ള പെന്നൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിൽ അവന് കണ്ടതൊക്കെ വേണമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അങ്ങനെ ഫൈനലി ആ ഒരു തോക്ക് പോലത്തെ പെന്നും കൂടെ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അവന് ഇഷ്ടപ്പെട്ട കുറച്ച് ക്യൂട്ട് ഐറ്റംസ് ആണ് ഇന്ന് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. മെയിൻ ആയിട്ടുള്ള നമ്മളെ ഫാമിലി ആയിട്ടുള്ളതും അല്ലാണ്ട് ക്യൂട്ടായിട്ട് അമ്പാടീന്റെ കുഞ്ഞു കുട്ടിയായിരുന്നപ്പോൾ ഉള്ള കുറച്ച് ഫോട്ടോസ് ഒക്കെ ഫ്രെയിം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിൽ മാമനും മാമിയും ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു കളർ ബോക്സ് ഇല്ലേ, അത് വലിയ, അത് മുൻപ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്നാണ് അവന് മെയിൻ ആയിട്ട് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു കേട്ടോ. അതിനെക്കൂടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെയാണെങ്കിൽ അവന് കുറച്ച് അധികമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പെൻസിൽ ബോക്സ് ഉണ്ട്. അതാണെങ്കിൽ കൈ പിടിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതിന്റെ കൂട്ടത്തിൽ കുറച്ച് കളർ ബുക്സും അതേപോലെ തൂത്തിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാനായിരുന്നു അവനേക്കാളും എക്സൈറ്റഡ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കണേ. അങ്ങനെ ഫൈനലി ഈവനിങ് ആയപ്പിന് ഡ്രസ്സൊക്കെ മാറ്റി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് അടുത്ത വ്ളോഗിൽ കാണാം കേട്ടോ. മെയിൻ ആയിട്ടുള്ള കേക്ക് കട്ടിങ് പരിപാടികളൊക്കെ. നമ്മുടെ ബർത്ത്ഡേ കഴിഞ്ഞ് പിറ്റേ ദിവസം അമ്പാടിക്ക് കിട്ടിയ നല്ല ക്യൂട്ട് ആയിട്ടുള്ള കുറച്ച് ഗിഫ്റ്റ് ഐറ്റംസ് ആണ് അവന് ഈ പൊളിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കുഞ്ഞ്, ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഓരോന്നും എനിക്ക് എടുത്തെടുത്ത് ഇങ്ങനെ കാണിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത് എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന അമൃത ചേച്ചി കൊടുത്തതാണ് കേട്ടോ അമ്പാടിക്ക്. ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു കുഞ്ഞിന്. ഭയങ്കര എക്സൈറ്റ്മെന്റോടെയാണ് തുറന്ന് ഓരോ കാര്യങ്ങളും എനിക്ക് കാണിച്ചു തരും പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതൊന്നും നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നില്ല 2-3 ദിവസത്തേക്ക് കേട്ടോ. അപ്പൊ മെയിൻ ആയിട്ടുള്ള കേക്ക് കട്ടിങ് പരിപാടികളൊക്കെ അടുത്ത വ്ളോഗിലായിട്ട് കാണിക്കും. ഒരുപാട് വില കൊടുത്ത് വലിയ സാധനങ്ങൾ മേടിക്കുന്നതിലപ്പുറം അവന് ഇഷ്ടപ്പെടുന്ന കുറച്ച് ക്യൂട്ട് ആയിട്ടുള്ള ഐറ്റംസ്, അവൻ എന്നോട് ആവശ്യപ്പെട്ടതുമായിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെയാണ് ഞാൻ മേടിച്ചിട്ട് അവന് സർപ്രൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കുഞ്ഞ് ഒരുപാട് എക്സ്പ്രസീവ് അല്ലെങ്കിലും ഇന്നത്തെ ഈ ഒരു ദിവസം അവൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ കാര്യം. അപ്പൊ ഇതിന്റെ പാർട്ട് 3 വ്ളോഗ് വരുന്നത് വരെ ബൈ ബൈ, ലവ് യു ഓൾ.